പപ്പടം പൊടിച്ചു കഴിക്കാൻ മാത്രമല്ല ഒഴിച്ചു കൂട്ടാനും കഴിയും. അതെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പപ്പടം കുടൽക്കറി. കുടൽക്കറിയുടെ അതേ ഫീലിംഗ് ലഭിക്കുന്ന നമ്മുടെ വറുത്തരച്ച പപ്പടം കറി. നോൺ വെജിനെ വെല്ലുന്ന വെജിറ്റേറിയൻ പപ്പടക്കറി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കണ്ടേ? വീഡിയോ ഇഷ്ടമായപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതെ, പപ്പടം നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കുക, അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടല്ലോ അത് വെള്ളത്തിൽ കലക്കി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കണം. ഇതിപ്പോൾ മൈദയല്ല, കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അണ്ടത് ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അപ്പോൾ ശരിക്കും അതങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ നമ്മൾ പപ്പടം വറുക്കാൻ വേണ്ടി എരിവിട്ട് വറുക്കാൻ വേണ്ടി കട്ട് ചെയ്യില്ലേ, ആ രീതിയിൽ കട്ട് ചെയ്ത് വറുത്തെടുത്താലും മതി. ഇതിപ്പോൾ ഒരു കുടൽക്കറിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കത്രിക വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അടുത്തത് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്, ഒരു നാടൻ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം പട്ട, അപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പക്ഷേ പൊടിയായിട്ടാണ് കുരുമുളക് ചേർക്കുന്നത്, അതുകൊണ്ട് കുരുമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു കളറിലെത്തുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ കറിവേപ്പില ചേർത്താൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ ഒരു നിറത്തിലേക്ക് എത്തുമ്പോൾ മാത്രം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കറി മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് വാട്ടിക്കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ പൊടികളും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് പപ്പടം വറുത്തെടുക്കുവാണ്. അപ്പോൾ അതേ പപ്പടം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇടാം. പപ്പടം വറുത്ത എണ്ണ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. അതിലേക്ക് നമുക്ക് കടുക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1 കപ്പ് സവാള, ഒരൊറ്റ സവാള മതിയേ. അപ്പോൾ സവാള ഇഷ്ടമില്ലാത്തവർക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും കീറിയത്. ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഈ വാട്ടിയെടുത്തതിലേക്ക് നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ അരപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ അരപ്പ് ഒന്ന് തിളച്ച് വരണം. തിളക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തിളച്ചയിലേക്ക് നമുക്ക് വറുത്ത് വെച്ച പപ്പടം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പണികളെല്ലാം തീർന്നു. ഇനി ആ പപ്പടം ആ ഗ്രേവിയിൽ കിടന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വരണം. അപ്പോൾ നമ്മുടെ കുടൽക്കറി അല്ലേ, പപ്പട കുടൽക്കറി റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ കുടൽക്കറി വയ്ക്കില്ലേ, അപ്പോൾ ഉള്ള ഒരു മണമുണ്ട് അടുക്കള നിറയെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുടൽക്കറിയുടെ ആ ഒരു ടേസ്റ്റോടെ തന്നെ നമുക്ക് ഈ പപ്പടക്കറി കഴിക്കാം. ഇവിടെ ബോട്ടിക്കറി കുടൽക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള പപ്പടക്കറി റെഡിയായി. അപ്പോൾ വീട്ടിൽ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്